നമസ്കാരം. ഇന്ന് NRE അക്കൗണ്ടിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് NRE അക്കൗണ്ട്? ഈ NRE അക്കൗണ്ട് കൊണ്ടുള്ള ഗുണം എന്താണ്? അത് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഡീറ്റെയിൽ ആണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. വിദേശത്തുള്ള എല്ലാ ഇന്ത്യക്കാരും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒത്തിരി പേർക്ക് അറിയാം, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. വിദേശത്ത് നിന്ന് നമ്മൾ പൈസ നാട്ടിലേക്ക് ബാങ്കിലേക്ക് അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്കൗണ്ടിൻ്റെ പേരാണ് NRE അക്കൗണ്ട്. NRE നോൺ റെസിഡൻഷ്യൽ എക്സ്റ്റേണൽ അക്കൗണ്ട്, അതാണ് അതിൻ്റെ പേര്. നോൺ റെസിഡൻഷ്യൽ എക്സ്റ്റേണൽ, അതായത് NRE അക്കൗണ്ട്. അപ്പോൾ ചിലർ ചോദിക്കാം, ഈ NRE അക്കൗണ്ടിലൂടെ അല്ലാതെ എനിക്ക് എൻ്റെ SB അക്കൗണ്ടിലേക്ക് നേരിട്ട് അയക്കാൻ പറ്റില്ലേ? ഞാൻ ദുബായിക്ക് വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഗൾഫിലേക്ക് വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഓൾറെഡി നാട്ടിൽ ഒരു SB അക്കൗണ്ട് ഉണ്ട്, അപ്പോൾ ഞാൻ അതിലേക്ക് അയച്ചാൽ പോരെ എന്ന് ചോദിക്കാം. ചോദ്യം തെറ്റൊന്നുമില്ല. അതിൻ്റെ മറുപടി ഇത്രയേ ഉള്ളൂ: അയക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ചെറിയൊരു ലിമിറ്റേഷനുണ്ട്. അതായത് SB അക്കൗണ്ടിൽ വിദേശത്ത് നിന്ന് 50,000 രൂപയിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിന് ടാക്സ് ഉണ്ട്. അപ്പോൾ ടാക്സ് കൊടുക്കാൻ വിരോധമില്ലെങ്കിൽ പൈസ അയക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. NRE അക്കൗണ്ടിലൂടെ അയക്കുകയാണെങ്കിൽ ടാക്സ് വരില്ല എന്നുള്ളൊരു ഗുണമുണ്ട്. അതാണ് NRE അക്കൗണ്ട് വേണം എന്ന് പറയുന്നതിൻ്റെ കാരണം. പിന്നെ ഒത്തിരി വർഷം വിദേശത്ത് കഴിഞ്ഞിട്ടും ഈ NRE അക്കൗണ്ട് എന്താണെന്നും അതെങ്ങനെയാണെന്നും അതിൻ്റെ ഗുണം എന്താണെന്നും അറിയാത്ത ഒത്തിരി പേരുണ്ട്. ഞാൻ തന്നെ ഒത്തിരി പേരെ പരിചയപ്പെട്ടിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, NRE അക്കൗണ്ട് ഇല്ല സാറേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറേ പേർക്ക് NRE അക്കൗണ്ട് ഇല്ലാത്തത് എന്നുള്ളത് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ 2 പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അറിവില്ലായ്മ, അജ്ഞത. പാവപ്പെട്ട ഒരുപാട് തൊഴിലാളികൾ, അവർക്ക് വലിയ എഴുത്തും വായനയും കാര്യങ്ങളൊന്നും അറിയില്ല, വലിയ ലോകപരിചയമില്ല. രാവിലെ ജോലിക്ക് പോകുന്നു, വൈകിട്ട് വീട്ടിൽ വരുന്നു, മാസം തികയുമ്പോൾ ശമ്പളം കിട്ടിയാലായി. ആ കിട്ടുന്ന ശമ്പളം എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് പലരും ചെയ്യുന്നത്. അവർക്ക് കൂടുതലായിട്ടൊന്നും അറിയുന്നില്ല. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്, അല്ലാതെ അറിയാം, പക്ഷേ മെനക്കെടാൻ തയ്യാറല്ല. അതിന് പറയുന്നത് മടിയന്മാരെന്നാണ്. അത്തരം മടിയന്മാർ NRE അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ പല കുറുക്ക് വഴികളിലൂടെയും ചെയ്യുന്ന കേസുകൾ ഉണ്ട്. അത് ശരി, അവരുടെ കാര്യം വിട്ടുകളാ, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഈ പാവപ്പെട്ട അറിവില്ലാത്ത ആൾക്കാരെ അവർക്ക് അറിവുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഞാൻ ഈ മെസ്സേജ് പാസ് ചെയ്യുന്നത്. ഇനി ഈ ബാങ്കിൽ NRE അക്കൗണ്ട് ഇല്ലാതെ, SB അക്കൗണ്ടും ഇല്ലാതെ നാട്ടിലേക്ക് പണം അയക്കുന്ന രീതിയുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയോ? അതിനെ പറയുന്ന പേരാണ് കുഴൽപ്പണം. പലരും ചെയ്യുന്ന രീതി അതാണ്. അതായത് വിദേശത്തുള്ള വ്യക്തി അവിടെയുള്ള കറൻസി അവിടെയുള്ള ഏജന്റിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള തത്തുല്യമായ ഇന്ത്യൻ റുപ്പീസ് നാട്ടിൽ നമ്മുടെ വീട്ടിൽ അവരുടെ ഏജന്റ് കൊണ്ടുവന്ന് കൊടുക്കും. അതിനെയാണ് കുഴൽപ്പണം എന്ന് പറയുന്നത്. കൊള്ളാലോ അല്ലേ? നല്ല പരിപാടി. എല്ലാവരും വിചാരിക്കും, ഇത് നല്ല പരിപാടിയാണല്ലോ, നമുക്ക് അങ്ങനെ അയച്ചാൽ പോരെ, എന്തിനാ കഷ്ടപ്പെട്ട് ബാങ്കിലൊക്കെ അയക്കണേ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവാം. എന്നാൽ അവർ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഇങ്ങനെ അയക്കുമ്പോൾ, കുഴൽപ്പണത്തിലൂടെ പൈസ അയക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അതുകൂടി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക എങ്ങനെ അയക്കണം എന്നുള്ളത്. ഒന്ന്, കുഴൽപ്പണം എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്, ഇറ്റ് ഈസ് ഇല്ലീഗൽ. 2, ഇത്തരം കുഴൽപ്പണത്തോടെ പൈസ അയക്കുമ്പോൾ പിടിക്കപ്പെട്ടാൽ നമ്മുടെ പണവും പോവും, മാനവും പോവും, ജയിലിലും കിടക്കേണ്ടി വരും. 3, ഏതെങ്കിലും കാരണവശാൽ ഈ ഏജന്റിന് ഉദ്ദേശിച്ച പോലെ നാട്ടില് നമ്മുടെ വീട്ടില്